கொலுசுக்குள்ள துளுக்கிற மனசுக்குள்ள சந்தோஷம் நிலைச்சிருக்க சாமி கிட்ட കേട്ടിരിക്കാൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷേക്ക് പറ്റും. ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് 2 പ്രോജക്റ്റും ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങളവിടെ നിന്ന് താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം അവിടെ നിന്ന് 9:16 സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറന്റ് ഫ്രെയിം PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഈ ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗാലറിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അവിടുന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. വീണ്ടും താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറന്റ് ഫ്രെയിം PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജും ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഈ ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗാലറിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ 2 ഇമേജ് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു സ്റ്റാർ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു സ്റ്റാർ ഐക്കൺ സെലക്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത 2 ഇമേജസ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണെന്ന് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ ഇമേജും സെലക്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ഐക്കൺ സെലക്ട് ചെയ്യുക. അവിടെ നമ്മളിപ്പോൾ സേവ് ചെയ്തതിൽ നിന്ന് രണ്ടാമത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുക്കാണെന്ന് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ബാക്കിയുള്ള ഇമേജസ് ആഡ് ചെയ്യും. അതിനായി 7 സെക്കൻഡിലും 29 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുക്കണം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. അടുത്ത ബീറ്റ് മാർക്കിന്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്. അവിടം വരെ ആക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ഇതേപോലെ നമുക്ക് അടുത്ത ഇമേജ് ആദ്യം അതറിയാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് കൊണ്ട് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. ഈ 3ാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾ 7 സെക്കൻഡിലും 29 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്യും. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ലെയർ എടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ആദ്യം 3 ഇമേജിന് എഫക്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. 14 സെക്കൻഡിലും 22 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് പേസ്റ്റ് സ്റ്റൈലിന്റെ നേരെ കാണുന്ന ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക.
ശേഷം ഈ ഒരു കളർ ഓപ്ഷനും ഈ ഒരു ടൈമർ ഓപ്ഷനും ഓഫ് ആക്കിയതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു എഫക്റ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പേസ്റ്റ് ആയാലും കൊടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെയും പേസ്റ്റ് ആയാലും മാത്രം കൊടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 റെക്ടാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് പറഞ്ഞാൽ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 3 ലെയർ നിങ്ങൾ ഇവിടുന്ന് കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ 3 ലെയർ കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.